ഹായ് ഓൾ, ഇപ്പോഴും കായംകുളത്ത് തന്നെയാണേ. ഇന്ന് ഞങ്ങളുടെ അമ്മുക്കുട്ടിയെ വിളിക്കാൻ വേണ്ടി ഞാനും അമ്മയും ശങ്കരിക്കുഞ്ഞും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവളെ പിക്ക് ചെയ്തു. അമ്മുക്കുട്ടി എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അനിയത്തി, ശങ്കരിക്കുഞ്ഞിൻ്റെ കുഞ്ഞമ്മ. അങ്ങനെ ഞങ്ങൾ അവളെ പിക്ക് ചെയ്തു. അവളിനിയിപ്പോൾ ഏകദേശം കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും. അവൾക്ക് ശങ്കരിക്കുഞ്ഞിനെ കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ കുഞ്ഞ് വളർന്നു പോകുന്നല്ലോ, എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, കൊഞ്ചിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതികളെല്ലാം തീർത്ത് അവർ കുഞ്ഞമ്മയും കുഞ്ഞാവയും സന്തോഷമായിട്ട് ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പുണ്ട്. ചെറിയ മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ മഴയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട്. അമ്മയാണ് വണ്ടി ഓടിക്കുന്നത്. അമ്മയ്ക്ക് എൻ്റെ കയ്യിലോട്ട് വണ്ടി തരാൻ അല്പം പേടിയാണ്, എനിക്ക് സ്പീഡ് കൂടുതലാണെന്നാണ് അമ്മയുടെ പരാതി. അമ്മക്കുട്ടിക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ പേടിയും. മാത്രമല്ല അവൾ ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ. ഇതാണ് കായംകുളത്തെ ഭീമ. ശങ്കരിക്കുഞ്ഞിൻ്റെ കാതുകുത്തിയത് ഇവിടെയായിരുന്നു. ഇതാണ് വിസ്മയ സൂപ്പർ ഷോപ്പി. നമ്മൾ ഏകദേശം ഫാൻസി സാധനങ്ങൾക്കൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. മാസുപൂച്ച ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എവിടെ പോയിട്ട് വന്നാലും എല്ലാവരുടെയും കാലിൽ ഇങ്ങനെ ഒന്ന് മുട്ടിയുരുമണം. അതാണ് അവളുടെ സ്വഭാവം. മാസുക്കുട്ടിക്ക് ഏകദേശം ഒരു 4 വയസ്സായി. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ജനിച്ച പൂച്ചയാണ്, ഒരു അമ്പൂറ്റിക്കുട്ടി. ഇത് ഞങ്ങളുടെ അമ്മായി തന്ന പേരൊക്കെയാണേ. ശങ്കരിക്കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു, അവൾ കുറച്ചൊക്കെ കഴിച്ചായിരുന്നു. അമ്മ നല്ല കുടംപുളി ഇട്ട് വെച്ച മത്തിക്കറിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കപ്പയുണ്ടായിരുന്നു ഇന്ന് സ്പെഷ്യലായിട്ട്. അപ്പോൾ അമ്മ കപ്പ വേവിച്ചു, അരപ്പെല്ലാം ചേർത്തു. അത് കുഴയ്ക്കുന്ന ജോലി എൻ്റേതായിരുന്നു. കുറച്ച് പരിപാടിയാണ് ഈ കപ്പ കുഴയ്ക്കുക എന്നുള്ളത്, കുറച്ച് ബലം പിടിച്ച് ചെയ്യേണ്ട ജോലിയാണ്. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഉടഞ്ഞ് നല്ല വെന്ത കപ്പയായിരുന്നു. അതിൻ്റെ കൂടെ അരപ്പും നല്ല പാകത്തിനുള്ള എരിവും ഉപ്പും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കപ്പയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് ഉണ്ണിയമ്മ ഒരു നല്ല ബ്ലൗസ് പീസ് നേരത്തെ ഉണ്ടായിരുന്നത് ശങ്കരിക്കുഞ്ഞിനെ ഉടുപ്പ് തയ്ച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ബ്ലൗസിന് അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നൈസായിട്ട് അത് വക മാറ്റി. അങ്ങനെ അമ്മ എനിക്കുള്ള ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുക. അമ്മയാണ് പണ്ട് മുതലേ ഞങ്ങളുടെ ഉടുപ്പുകളെല്ലാം തയ്ച്ചുകൊണ്ടിരുന്നത് കേട്ടോ. വീട്ടിലിതാ മഴ പെയ്ത് മുറ്റത്തൊക്കെ വെള്ളമുണ്ട്. പറഞ്ഞേ പൂച്ച പറഞ്ഞേ, പൂച്ച. മാസു മാസു പറഞ്ഞേ, മാസു. മാസു അവിടെ ഉണ്ടോ? നോക്കിക്കേ കുഞ്ഞ്. മാസു. അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. രാവിലെ നല്ല പപ്പായ പുട്ടും മുട്ടക്കറിയായിരുന്നു അമ്മയുടെ ഇന്നത്തെ സ്പെഷ്യൽ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. നാട്ടും പ്രദേശമായതുകൊണ്ട് വണ്ടികളൊക്കെ തീരെ കുറവാണ്, റോഡൊക്കെ വിജനമാണ്. പിന്നെ എല്ലാം നമുക്ക് പരിചയക്കാരും അടുപ്പക്കാരുടെയും വീടുകളും ആയതുകൊണ്ട്, ബന്ധുക്കളുടെയൊക്കെ വീടുകളും ആയതുകൊണ്ട് സമാധാനമുണ്ട്. ഇത് നമ്മുടെ സാഡിയാണ്. അവൾ നമ്മളുടെ എസ്കോർട്ടായിട്ട് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരിക്ക് സാഡി എന്ന് പേര് ഇട്ടത് ശരി, സത്യം പറഞ്ഞാൽ ആ പേര് മാറ്റണമെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ഇട്ടത് വേറൊരു സാഹചര്യത്തിലായിരുന്നു. ഇവളുടെ രോമം എല്ലാം പോയി, ദേഹം മുഴുവൻ ചൊറിച്ചിലും വ്രണവും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു സ്റ്റേജിലായ സാഡിയെ പലരും കല്ലെടുത്തെറിയുകയും ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പതുക്കെ ഫുഡും കൊടുത്ത് വളരെ കഷ്ടപ്പെട്ട് അവൾക്കൊരു മെഡിസിനും സംഘടിപ്പിച്ച് കൊടുത്തതിന് ശേഷം സാഡി അടുത്ത ആളായി മാറി. സാഡിയുടെ അസുഖങ്ങളെല്ലാം മാറി, നല്ല അടിപൊളിയായി, നല്ല മിടുക്കിയായി. അവൾക്കിപ്പോൾ പപ്പീസ് വരെ ഉണ്ട്. അങ്ങനെ അപ്പോൾ പുള്ളിക്കാരിയുടെ പേര് ഇനി മാറ്റണം. സാഡി എന്നുള്ള പേര് എന്തായാലും ഇനി വേണ്ട. അപ്പോൾ ആ സ്നേഹം ഉള്ളതുകൊണ്ട് അവൾ ഞങ്ങളുടെ കൂടെ എസ്കോർട്ടായിട്ട് വരികയാണ്. പിന്നെ ശങ്കരി എൻ്റെ മോളല്ലേ, പട്ടിയെയും പൂച്ചയും കിളിയെയും എല്ലാത്തിനെയും അവൾക്ക് ജീവനാണ്. ഇത് നമുക്ക് പട്ടി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം മൃഗമാണ്. എന്തൊരു സ്നേഹമാണ് അതിന്. എല്ലാ തവണയും ഞങ്ങൾ വരുമ്പോൾ കാണാറില്ല, പക്ഷേ ഒരിക്കൽ അവളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ട് അവൾക്ക് ആ സ്നേഹം എപ്പോഴും ഉണ്ട് ഞങ്ങളോട്. ഇതാണ് ഞങ്ങളുടെ ഗ്രാമം. കായംകുളത്ത് പുല്ലുകുളങ്ങരയിലാണ്. ഇപ്പം നല്ല മഴ സമയമായതുകൊണ്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഇത് ഒരു 4 കൂടുന്ന ജംഗ്ഷനാണ്. അമ്പാടി ജംഗ്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്ന് ക്ഷീണിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. ഇന്ന് ലഞ്ചിന് ചക്ക കുഴച്ചതും ബീട്രൂട്ട് തോരനും പിന്നെ നെത്തോലി ഫ്രൈയും. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ശങ്കരിക്കുഞ്ഞിൻ്റെ ചിരിയൊക്കെ കണ്ടു. ഇത് അമ്മ വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ എനിക്ക്. ഈ വരവിന് പുള്ളിക്കാരി സർപ്രൈസായിട്ട് വാങ്ങിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു ഔട്ടിങ്ങിന് ഇറങ്ങി. അടിപൊളി. പച്ചക്ക സൂപ്പർ സൂപ്പർ. ശങ്കരി കുഞ്ഞിന് അച്ഛൻ്റെ കൂടെ ബൈക്കിലിരുന്നുള്ള കറക്കം സ്ഥിരമായതുകൊണ്ട് ഒരു
സൺഗ്ലാസ് ഞാനങ്ങ് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ടാവും അത് വെച്ച് കാണാൻ. ആക്ച്വലി ഇതല്ല വേറൊരെണ്ണമാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് കിടുപിടി ഐറ്റംസും വാങ്ങിക്കാനുണ്ടായിരുന്നു, ഫാൻസി ഐറ്റംസ്. അമ്മുക്കുട്ടിയാണ് അമ്മയ്ക്ക് സാരഥി എന്നല്ല, ഹെൽപ്പർ. വണ്ടി വരുന്നതും വരട്ടെ വരട്ടെ മതി മതി എന്നൊക്കെ ഡയറക്ഷൻസൊക്കെ കൊടുക്കുന്നത്, വണ്ടി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അമ്മുക്കുട്ടിയാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കായംകുളം ടൗണിൽ കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറച്ച് പർച്ചേസസ് ഉണ്ടായിരുന്നു. ശങ്കരിക്കുഞ്ഞിന് ഞങ്ങൾ അതുവഴി നടന്നപ്പോൾ കുറേ മാനിക്വിൻസ്, കുഞ്ഞു മാനിക്വിൻസ് നിൽക്കുന്ന കണ്ടുകൊണ്ട് ഈ കടയിൽ കയറിയതാണേ. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ശങ്കരിക്കുഞ്ഞിൻ്റെ 2 ഉടുപ്പൊക്കെ എടുത്തു. ഇത് ഹാപ്പി കിഡ്സ് ആൻഡ് ബേബീസ്. ഈ കട നല്ല അടിപൊളി കടയാട്ടോ. ഇതിൻ്റെ തന്നെ ജെൻസ് വെയർ ഉണ്ട്. അവിടുന്ന് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് തുണിയൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് തുണി, ഒരു 2-3 ജോഡി തുണി ശങ്കരിക്കുഞ്ഞിനെടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, വീട്ടിലിടുന്ന ടൈപ്പ് തുണികൾ. അതൊക്കെ എടുത്തു. ഞങ്ങൾ വീണ്ടും നടന്നു. പിന്നെ അവിടെ ഒരു ബേക്കറി ഉണ്ട്, അവിടുന്ന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഔട്ടിംഗ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴി വീടിൻ്റെ അടുത്തുള്ളൊരു ബേക്കറിയിൽ നിന്ന് കുറച്ച് ബ്രെഡും അങ്ങനത്തെ സാധനങ്ങളും കൂടെ ഒക്കെ വാങ്ങിച്ച് ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ടങ്ങ് വൈൻഡപ്പ് ചെയ്തു. ഈ കറക്കം തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.